അധ്യായം 5. ബലിപീഠം പണിതെന്നും വിശുദ്ധ സ്ഥലം പുനഃപ്രതിഷ്ഠിച്ചെന്നും അറിഞ്ഞപ്പോൾ ചുറ്റുമുള്ള വിജാതിയർ അത്യധികം കുപിതരായി. തങ്ങളുടെ ഇടയിൽ വസിച്ചിരുന്ന യാക്കോബ് വംശജരെ നശിപ്പിക്കാൻ അവർ ഉറച്ചു. ജനത്തെ വധിക്കാനും നശിപ്പിക്കാനും തുടങ്ങി. ഇതുമയായിലുള്ള ഏസാവിന്റെ മക്കളെ യൂദാസ് അക്രബത്തേനയിൽ വെച്ച് ആക്രമിച്ചു. കാരണം അവൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ തക്കം നോക്കി കഴിയുകയായിരുന്നു. അവൻ അവർക്ക് കനത്തെ ആഘാതമേൽപ്പിച്ചു. അവരെ അപമാനിതരാക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. തന്റെ ജനത്തിന് കെണിയൊരുക്കുകയും പെരുവഴികളിൽ അവർക്കെതിരെ ഒളിപ്പോര് നടത്തുകയും ചെയ്തിരുന്ന ബയാൻ സന്തതികളുടെ ദുഷ്ടതയും യൂദാസ് ഓർമ്മിച്ചു. അവൻ അവരെ അവരുടെ ഗോപുരങ്ങളിൽ അടച്ചു. അവരെ നിശേഷം നശിപ്പിക്കണമെന്ന് ഉറച്ചുകൊണ്ട് അവൻ അവർക്കെതിരെ പാളയമടിച്ചു. ഗോപുരങ്ങളെയും അവയിൽ ഉണ്ടായിരുന്നവരെയും അഗ്നിക്കിരയാക്കി. പിന്നീട് അവൻ അമ്മോന്യർക്കെതിരെ തിരിഞ്ഞു. തിമോത്തിയോസിന്റെ നേതൃത്വത്തിൽ പ്രബലമായ ഒരു സൈന്യത്തെയും വളരെയധികം ആളുകളെയും അവിടെ അവന് നേരിടേണ്ടി വന്നു. ഒട്ടേറെ യുദ്ധങ്ങൾ ചെയ്ത് അവൻ അവരെ നിശേഷം പരാജയപ്പെടുത്തി. യാസേറും ചുറ്റുമുള്ള ഗ്രാമങ്ങളും പിടിച്ചടക്കിയതിനു ശേഷം അവൻ യൂദായിലേക്ക് മടങ്ങി. ഗിലെയാദിലെ വിജാതിയർ തങ്ങളുടെ നാട്ടിൽ വസിച്ചിരുന്ന ഇസ്രായേലർക്കെതിരെ സംഘടിച്ച് അവരെ നശിപ്പിക്കാൻ മാർഗമാരാഞ്ഞു. എന്നാൽ അവർ ദത്തേമ കോട്ടയിൽ അഭയം തേടി. യൂദാസിനും സഹോദരന്മാർക്കും ഇപ്രകാരം ഒരു കത്തയച്ചു: ഞങ്ങളുടെ ചുറ്റുമുള്ള വിജാതിയർ ഞങ്ങളെ നശിപ്പിക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഞങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്ന കോട്ട പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണവർ. തിമോത്തിയോസ് ആണ് അവരുടെ നേതാവ്. വന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളിൽ വളരെ പേർ ഇതിനകം മരിച്ചു കഴിഞ്ഞു. തോപ് ദേശത്തുണ്ടായിരുന്ന ഞങ്ങളുടെ സഹോദരർ എല്ലാവരും വധിക്കപ്പെട്ടു. ശത്രുക്കൾ അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും പിടിച്ചുകൊണ്ടുപോയി സ്വത്തുക്കൾ കൈവശപ്പെടുത്തുകയും 1000-ഓളം പേരെ കൊല്ലുകയും ചെയ്തു. ഈ കത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലയിൽ നിന്ന് കീറിയ വസ്ത്രങ്ങളോട് കൂടിയ വേറെ ചില ദൂതന്മാർ വന്ന് സമാനമായ ഒരു സന്ദേശം അറിയിച്ചു. ഞങ്ങളെ സമൂലം നശിപ്പിക്കാൻ ടോളമായിസ്, ടൈർ, സീദോൻ, ഗലീലി എന്നിവിടങ്ങളിൽ നിന്ന് ആളുകൾ ഒന്നിച്ചണിനിരന്നിരിക്കുന്നു. യൂദാസും ജനങ്ങളും ഈ വാർത്തകൾ കേട്ടയുടനെ ദുരിതമനുഭവിക്കുകയും ശത്രുക്കളുടെ ആക്രമണത്തിന് ഇരയാവുകയും ചെയ്യുന്ന സഹോദരർക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വലിയൊരു സമ്മേളനം വിളിച്ചുകൂട്ടി. യൂദാസ് സഹോദരനായ ശിമയോനോട് പറഞ്ഞു: വേണ്ടത്ര ആളുകളെയും കൂട്ടി ഗലീലിയിൽ ചെന്ന് സഹോദരരെ രക്ഷിക്കുക. ഞാനും സഹോദരൻ ജോനാഥാനും ഗിലെയാദിലേക്ക് പോകാം. സക്കറിയായുടെ പുത്രൻ ജോസഫിനെയും നേതാക്കന്മാരിൽ ഒരുവനായ അസറിയായെയും ബാക്കി സേനകളോടുകൂടി യൂദയ കാക്കാൻ ഏർപ്പെടുത്തി. അവൻ അവരോട് ആജ്ഞാപിച്ചു: ഈ ജനങ്ങളുടെ മേൽനോട്ടം ഏറ്റെടുക്കുവിൻ. എന്നാൽ ഞങ്ങൾ മടങ്ങി വരുന്നതുവരെ വിജാതീയരോട് യുദ്ധത്തിൽ ഏർപ്പെടരുത്. അനന്തരം ശിമയോനോടുകൂടെ ഗലീലിയിലേക്ക് പോകാൻ 3000 പേരും യൂദാസിനോടുകൂടെ ഗിലെയാദിലേക്ക് 8000 പേരും നിയോഗിക്കപ്പെട്ടു. ശിമയോൻ ഗലീലിയിൽ ചെന്ന് വിജാതിയർക്കെതിരെ നിരവധി യുദ്ധങ്ങൾ ചെയ്ത് അവരെ തോൽപ്പിച്ചു. ടോളമായിസിന്റെ കവാടം വരെ അവൻ അവരെ പിന്തുടർന്നു. 3000-ഓളം പേരെ വധിച്ചു. അവരെ കൊള്ളയടിച്ചു. അതിനുശേഷം അവൻ ഗലീലയിലെയും അർബത്തായിലെയും യഹൂദരെ അവരുടെ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും വസ്തുവകകളോടും കൂടി ആഹ്ലാദപൂർവം യൂദയായിലേക്ക് കൊണ്ടുപോയി. യൂദാസ് മക്കബയൂസും സഹോദരൻ ജോനാഥാനും ജോർദാൻ കടന്ന് മരുഭൂമിയിലൂടെ 3 ദിവസത്തെ യാത്ര പിന്നിട്ടു. അവിടെ നബത്തേയർ അവരെ സ്വാഗതം ചെയ്യുകയും ഗിലെയാദിലുള്ള സഹോദരർക്ക് സംഭവിച്ചവയെല്ലാം അറിയിക്കുകയും ചെയ്തു. അവരിൽ അനേകം പേരെ ബൊസ്ര, ബോസോർ, അലേമ, കാസ്ഫോ, മാക്കേത്, കാർണയും എന്നീ നഗരങ്ങളിൽ ബന്ധനസ്ഥരാക്കിയിരിക്കുകയാണ്. ഇവ സുശക്തങ്ങളായ പട്ടണങ്ങളാണ്. കുറെ പേരെ ഗിലെയാദിലെ മറ്റു നഗരങ്ങളിലും അടച്ചിട്ടിരിക്കുന്നു. നാളെ തന്നെ കോട്ടകൾ ആക്രമിക്കുന്നതിനും ഒരു ദിവസം കൊണ്ട് ആളുകളെ സമൂലം നശിപ്പിക്കുന്നതിനും ശത്രുക്കൾ ഒരുങ്ങുന്നു. യൂദാസും സൈന്യവും തിടുക്കത്തിൽ അവിടെ നിന്ന് തിരിച്ച് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ബൊസ്രായിലെത്തി. അവർ നഗരം കീഴടക്കി. പുരുഷന്മാരെ എല്ലാവരെയും വാളിനിരയാക്കി. വസ്തുവകകൾ കൊള്ളയടിച്ചതിനു ശേഷം അവൻ നഗരം തീവെച്ച് നശിപ്പിച്ചു. രാത്രിയായപ്പോൾ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് ദത്തേമ കോട്ട വരെ എത്തി. പ്രഭാതത്തിൽ അസംഖ്യം ആളുകൾ കോട്ട പിടിച്ചടക്കാനും അതിലുള്ള യഹൂദരെ ആക്രമിക്കാനും കോവണികളും യന്ത്രമുട്ടികളുമായി മലയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞെന്നും നഗരത്തിന്റെ വിലാപം വലിയ നിലവിളികളോടും
കാഹളധ്വനികളോടും കൂടി സ്വർഗത്തിലേക്ക് ഉയരുന്നു എന്നും യൂദാസ് കണ്ടു. അവൻ തന്റെ അണികളോട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരർക്ക് വേണ്ടി ഇന്ന് പൊരുതുവിൻ. സൈന്യത്തെ 3 ഗണമായി തിരിച്ചു. അവൻ ശത്രുനിരയുടെ പിന്നിലെത്തി. അവന്റെ സൈന്യഗണങ്ങൾ കാഹളം മുഴക്കുകയും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. മക്കബയൂസാണ് തങ്ങളെ നേരിടാൻ വരുന്നതെന്നറിഞ്ഞ് തിമോത്തിയോസിന്റെ സൈന്യം പിന്തിരിഞ്ഞോടി. യൂദാസ് അവർക്ക് കനത്ത ആഘാതമേൽപ്പിച്ചു. ഏകദേശം 8000 പേർ അന്ന് വധിക്കപ്പെട്ടു. പിന്നെ അവൻ അലേമായിലേക്ക് തിരിഞ്ഞു. അതിനെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്തി. അവിടെ ഉണ്ടായിരുന്ന എല്ലാ പുരുഷന്മാരെയും വധിച്ചു. പട്ടണം കൊള്ളയടിച്ചതിനു ശേഷം അത് തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അവൻ കാസ്പോ, മാക്കെത്, ബോസോർ എന്നിവയും ഗിലെയാദിലെ മറ്റു നഗരങ്ങളും പിടിച്ചടക്കി. തിമോത്തിയോസ് മറ്റൊരു സൈന്യത്തെ ശേഖരിച്ച് നദിയുടെ മറുകരയിൽ റാഫോണിനെതിരെ പാളയമടിച്ചു. അവരുടെ നീക്കങ്ങൾ അറിയുന്നതിന് യൂദാസ് ചാരന്മാരെ അയച്ചു. അവർ മടങ്ങി വന്നു പറഞ്ഞു, നമുക്ക് ചുറ്റുമുള്ള സകല വിജാതീയരും അവന്റെ പക്ഷത്തുണ്ട്. അത് വലിയൊരു സൈന്യമാണ്. സഹായത്തിന് അറബികളെ അവർ കൂലിക്കെടുത്തിട്ടുണ്ട്. നിന്നോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി അവർ നദിക്കക്കരെ പാളയമടിച്ചിരിക്കുകയാണ്. ഇത് കേട്ട യൂദാസ് അവരെ നേരിടാൻ പുറപ്പെട്ടു. യൂദാസും സൈന്യവും നദിക്ക് സമീപമെത്തിയപ്പോൾ തിമോത്തിയോസ് തന്റെ സേനാധിപന്മാരോട് പറഞ്ഞു, അവൻ ആദ്യം നദി കടന്നു വരുന്നെങ്കിൽ നമുക്കവനെ ചെറുക്കുക സാധ്യമല്ല. അവൻ നമ്മെ തോൽപ്പിക്കുമെന്നത് തീർച്ചതല്ല. മറിച്ച് ഭയം തോന്നി അവൻ അക്കരെ തന്നെ പാളയമടിച്ച നമുക്ക് നദി കടന്നു ചെന്ന് അവനെ തോൽപ്പിക്കാം. നദിയുടെ കരയ്ക്കെത്തിയപ്പോൾ യൂദാസ് ജനങ്ങളിലെ നിയമജ്ഞന്മാരെ അവിടെ കാവൽ നിർത്തി. അവൻ അവരോട് കൽപ്പിച്ചു, ആരെയും പാളയമടിക്കാൻ അനുവദിക്കരുത്. എല്ലാവരും യുദ്ധത്തിലേർപ്പെടട്ടെ. അവൻ ശത്രുക്കൾക്കെതിരെ ആദ്യം നദി കടന്നു. സൈന്യം അവനെ അനുഗമിച്ചു. വിജാതിയർ പരാജിതരായി. ആയുധങ്ങൾ ഉപേക്ഷിച്ച് അവർ കാർണയിമിലെ ക്ഷേത്രത്തിൽ അഭയം തേടി. യൂദാസ് നഗരം പിടിച്ചടക്കി. ക്ഷേത്രത്തെ അതിലുള്ള എല്ലാവരോടും കൂടി അഗ്നിക്കിരയാക്കി. അങ്ങനെ കാർണയും കീഴടക്കപ്പെട്ടു. യൂദാസിനോട് എതിർത്തു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. യൂദാദേശത്തേക്ക് പോകാൻ വലിപ്പച്ചെറുപ്പ ഭേദമന്യേ ഗിലെയാദിലെ സകല ഇസ്രായേൽക്കാരെയും അവരുടെ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും വസ്തുവകകളോടും കൂടി യൂദാസ് ഒരുമിച്ച് കൂട്ടി. വലിയൊരു സംഘമായിരുന്നു അത്. അവർ എഫ്രോണിലെത്തി. അത് മാർഗമധ്യേയുള്ള വലുതും സുശക്തവുമായ ഒരു പട്ടണമായിരുന്നു. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് അതിനെ ചുറ്റിപ്പോകുക സാധ്യമായിരുന്നില്ല. അതിലൂടെ തന്നെ പോകേണ്ടിയിരുന്നു. നഗരവാസികൾ കവാടങ്ങളിൽ കല്ലുകൾ വെച്ച് അവരെ പ്രതിരോധിച്ചു. അപ്പോൾ യൂദാസ് അവർക്ക് ഈ സൗഹൃദ സന്ദേശം കൊടുത്തുവിട്ടു, ഞങ്ങൾ നിങ്ങളുടെ ദേശത്തു കൂടെ ഞങ്ങളുടെ നാട്ടിലേക്ക് കടന്നു പോയിക്കൊള്ളട്ടെ. ആരും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. കാൽനടയായി ഞങ്ങൾ പോയിക്കൊള്ളാം. എന്നാൽ വാതിൽ തുറന്നു കൊടുക്കാൻ അവർ വിസമ്മതിച്ചു. അതാതിടങ്ങളിൽ നിലയുറപ്പിക്കാൻ യൂദാസ് സൈന്യത്തിന് ആജ്ഞ നൽകി. സൈന്യം നിലയുറപ്പിച്ചു. അന്ന് പകലും രാത്രിയും അവർ നഗരത്തിനെതിരെ യുദ്ധം ചെയ്തു. നഗരം അവന്റെ പിടിയിലായി. പുരുഷന്മാരെയെല്ലാം അവൻ വാളിനിരയാക്കി. നഗരം ഇടിച്ചു നിരത്തി കൊള്ളയടിച്ചു. മൃതദേഹങ്ങളുടെ മീതെ കൂടി അവൻ നഗരം കടന്നു. അനന്തരം അവർ ജോർദാൻ കടന്ന് ബത്ത്ശാനിന് എതിരെയുള്ള വിസ്തൃതമായ സമതലത്തിലെത്തി. യൂദാദേശത്ത് എത്തുന്നതുവരെ യാത്രയിലുടനീളം യൂദാസ് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പിറകിലായി പോകുന്നവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു. ആർക്കും ജീവഹാനി സംഭവിക്കാതെ എല്ലാവരും സുരക്ഷിതരായി മടങ്ങിയെത്തി. അതിനാൽ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി അവർ സിയോൻ മലയിലേക്ക് പോയി ദഹനബലികൾ അർപ്പിച്ചു. യൂദാസും ജോനാഥാനും ഗിലെയാദിലും അവരുടെ സഹോദരൻ ശിമെയോൻ ടോളമായിസിനെതിരെയുള്ള ഗലീലയിലുമായിരിക്കുമ്പോൾ അവരുടെ ധീരപരാക്രമങ്ങളെയും വീരോചിതമായ യുദ്ധത്തെയും കുറിച്ച് സേനാനായകന്മാരായ അസറിയായും സക്കറിയായുടെ പുത്രൻ ജോസഫും കേട്ടു. അവർ പറഞ്ഞു, നമുക്കും കീർത്തി നേടാം. നമുക്ക് ചുറ്റുമുള്ള വിജാതീയരോട് യുദ്ധം ചെയ്യാം. അവർ തങ്ങളുടെ സൈന്യനിരകൾക്ക് ആജ്ഞ കൊടുത്തു. അവർ യാമ്നിയായിക്കെതിരെ നീങ്ങി. ഗോർജിയാസും സൈന്യവും അവരെ നേരിടാൻ പട്ടണത്തിന് പുറത്തു വന്നു. അവർ ജോസഫിനെയും അസറിയായെയും തുരത്തി. യൂദായുടെ അതിർത്തികൾ വരെ അവരെ ഓടിച്ചു. ഇസ്രായേൽക്കാരിൽ 2000-ഓളം പേർ അന്ന് മരിച്ചു വീണു. യൂദാസിനെയും സഹോദരന്മാരെയും അനുസരിക്കാതെ ധീരകൃത്യം ചെയ്യാൻ മോഹിച്ച സേനാനായകന്മാർ നിമിത്തം ജനത്തിന്
ഈ കനത്ത പരാജയം സഹിക്കേണ്ടി വന്നു. എന്നാൽ ഇസ്രായേലിന് മോചനം നേടിക്കൊടുത്തവരുടെ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നില്ല ഇവർ. യൂദാസും സഹോദരന്മാരും ഇസ്രായേലിലും വിജാതിയരുടെ ഇടയിലും അവരുടെ നാമം അറിയപ്പെട്ട എല്ലായിടത്തും സമാദരിക്കപ്പെട്ടു. ജനങ്ങൾ അവർക്ക് ചുറ്റും കൂടി അവരെ പുകഴ്ത്തി. പിന്നീട് യൂദാസും സഹോദരന്മാരും തെക്കോട്ട് സൈന്യത്തെ നയിച്ച് ഏസാവ് വംശജരോട് യുദ്ധം ചെയ്തു. ഹെബ്രോണും അതിന്റെ ഗ്രാമങ്ങളും അവൻ കീഴ്പ്പെടുത്തി. കോട്ടകൾ തകർത്തു. ചുറ്റുമുള്ള ഗോപുരങ്ങൾ അഗ്നിക്കിരയാക്കി. അനന്തരം ഫിലിസ്തീൻ ദേശം ആക്രമിക്കാൻ അവൻ മരീസായിലൂടെ കടന്നുപോയി. അന്ന് തങ്ങളുടെ ധീരത പ്രദർശിപ്പിക്കാൻ ബുദ്ധിശൂന്യമായ യുദ്ധത്തിന് പുറപ്പെട്ട ഏതാനും പുരോഹിതന്മാർ മരിച്ചു വീണു. യൂദാസ് ഫിലിസ്തീൻ ദേശത്തെ അസോത്തൂസിലേക്ക് തിരിച്ചു. അവൻ അവരുടെ ബലിപീഠങ്ങൾ തകർത്തു. ദേവന്മാരുടെ കൊത്തുവിഗ്രഹങ്ങൾ തീയിലിട്ട് ചുട്ടു. നഗരങ്ങൾ കൊള്ളയടിച്ചതിനു ശേഷം അവൻ യൂദാദേശത്തേക്ക് മടങ്ങി. 13 കീൽ തൊട്ടാൽ കറപറ്റും. അഹങ്കാരിയോട് അടുക്കുന്നവൻ അവനെ പോലെയാകും. ശക്തിക്ക് അതീതമായ ഭാരമെടുക്കരുത്. നിന്നേക്കാൾ ശക്തനും ധനികനുമായ ഒരുവനുമായി ഇടപഴകരുത്. മൺകലത്തിന് ഇരുമ്പ് പാത്രവുമായി ഒത്തുപോകാൻ കഴിയുമോ? മൺകലം അതിൽ തട്ടി തകരുകയില്ലേ? ധനവാൻ ദ്രോഹിക്കുക മാത്രമല്ല, നിന്ദിക്കുക കൂടി ചെയ്യുന്നു. പാവപ്പെട്ടവൻ ദ്രോഹം സഹിച്ചാൽ പോരാ, ക്ഷമായാചനവും ചെയ്യണം. നിന്നെക്കൊണ്ട് പ്രയോജനമുണ്ടെന്ന് കണ്ടാൽ ധനവാൻ നിന്നെ ചൂഷണം ചെയ്യും. എന്നാൽ നിനക്കാവശ്യം വന്നാൽ അവൻ നിന്നെ പരിത്യജിക്കും. നിനക്ക് വകയുണ്ടെങ്കിൽ അവൻ നിന്നോടുകൂടെ കാണും. കൂസലില്ലാതെ നിന്റെ വിഭവങ്ങൾ ചോർത്തിയെടുക്കും. നിന്നെക്കൊണ്ട് ആവശ്യമുള്ളപ്പോൾ അവൻ നിന്നെ വഞ്ചിക്കും. നിന്നെ നോക്കി പുഞ്ചിരിച്ച് അവൻ നിന്നിൽ പ്രതീക്ഷ ഉണർത്തും. കാരുണ്യപൂർവകമായ സ്വരത്തിൽ നിനക്കെന്താണ് ആവശ്യമെന്ന് ചോദിക്കും. സൽക്കാരം കൊണ്ട് അവൻ നിന്നെ ലജ്ജിപ്പിക്കും. പ്രതിസൽക്കാരം കൊണ്ട് നീ പൂർണ്ണ ദരിദ്രനാകും. അപ്പോൾ അവൻ നിന്നെ അവഹേളിക്കും. നിന്നെ പുറന്തള്ളുകയും തലകുലുക്കി രസിക്കുകയും ചെയ്യും. വഞ്ചിക്കപ്പെടാതിരിക്കാനും ദോഷത്വം മൂലം നിന്ദിക്കപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കുക. പ്രബലന്മാരുടെ ക്ഷണം സ്വീകരിക്കുന്നതിൽ വിമുഖനായിരിക്കുക. അവർ വീണ്ടും വീണ്ടും ക്ഷണിച്ചുകൊണ്ടിരിക്കും. തള്ളിക്കയറരുത്, പിന്തള്ളപ്പെടും. വളരെ അകന്നു നിൽക്കരുത്, വിസ്മരിക്കപ്പെടും. അവരോട് സമത്വഭാവത്തിൽ വർത്തിക്കരുത്. അവന്റെ വാചാലത കണ്ട് ഭ്രമിക്കുകയുമരുത്. അതിഭാഷണത്തിലൂടെ നിന്നെ പരീക്ഷിക്കുകയും പുഞ്ചിരിയിലൂടെ നിന്നെ അളക്കുകയുമാണ് അവൻ ചെയ്യുന്നത്. രഹസ്യം സൂക്ഷിക്കാത്തവൻ നിർദ്ദയനാണ്. ദ്രോഹിക്കാനോ തടവിലാക്കാനോ അവൻ മടിക്കുകയില്ല. രഹസ്യങ്ങൾ ചോർന്നു പോകാതെ സൂക്ഷിക്കുക. നീ സഞ്ചരിക്കുമ്പോൾ നിന്റെ നാശവും കൂടെയുണ്ട്. ഓരോ ജീവിയും സ്വവർഗത്തെ സ്നേഹിക്കുന്നു, മനുഷ്യൻ അയൽക്കാരനെയും. ജീവികളെല്ലാം സ്വവർഗത്തിൽ ഇണങ്ങി നിൽക്കുന്നു, മനുഷ്യൻ തന്റെ തരത്തിൽപ്പെട്ടവനോടും. ചെന്നായ്ക്ക് കുഞ്ഞാടിനോട് എന്ത് ചങ്ങാത്തം? പാപിക്ക് ദൈവഭക്തനോടും അതിലേറെയില്ല. കഴുതപ്പുലിക്കും നായ്ക്കും ഇടയിൽ എന്ത് സമാധാനം? ധനികനും ദരിദ്രനും തമ്മിലും അങ്ങനെ തന്നെ. കാട്ടുകഴുതകൾ സിംഹങ്ങൾക്ക് ഈര, പാവപ്പെട്ടവർ ധനവാന്മാർക്കും. അഹങ്കാരി വിനയം വെറുക്കുന്നു, ധനവാൻ ദരിദ്രനെയും. ധനവാൻ കാലിടറിയാൽ സ്നേഹിതന്മാർ താങ്ങും. പാവപ്പെട്ടവർ വഴുതിയാൽ കൂട്ടുകാർ അവനെ തള്ളിയിടും. ധനികന് കാൽപ്പിഴച്ചാൽ വളരെ പേർ സഹായിക്കും. അവൻ പറയുന്നത് അനുചിതമായാലും അവർ ന്യായീകരിക്കും. എളിയവൻ വീണാൽ അവർ അവനെ ശകാരിക്കും. അവൻ ബുദ്ധിപൂർവം സംസാരിച്ചാലും അവർ ഗൗനിക്കുകയില്ല. ധനവാൻ സംസാരിക്കുമ്പോൾ എല്ലാവരും നിശബ്ദരായിരിക്കും. മാനം മുട്ടെ പുകഴ്ത്തും. ദരിദ്രൻ സംസാരിക്കുമ്പോൾ ഇവൻ ആര് എന്നവർ ചോദിക്കും. അവന് കാലിടറിയാൽ അവർ അവനെ തള്ളിയിടും. പാപവിമുക്തമെങ്കിൽ സമ്പത്ത് നല്ലത് തന്നെ. ദൈവഭയമില്ലാത്തവന്റെ ദൃഷ്ടിയിൽ ദാരിദ്ര്യം തിന്മയാണ്. ഹൃദയത്തിലെ നന്മയും തിന്മയും അനുസരിച്ച് മുഖഭാവത്തിൽ മാറ്റം വരും. പ്രസന്നവദനം ഹൃദയ സന്തുഷ്ടിയെ വെളിപ്പെടുത്തുന്നു. ആഴമേറിയ ചിന്തയിൽ നിന്നാണ് സുഭാഷിതങ്ങൾ രൂപം കൊള്ളുക. അധ്യായം 14
വാക്കിൽ പിഴയ്ക്കാത്തവൻ അനുഗ്രഹീതൻ. അവന് പാപത്തെ പ്രതി ദുഃഖിക്കേണ്ടി വരികയില്ല. മനസാക്ഷി കുറ്റപ്പെടുത്താത്തവനും പ്രത്യാശ കൈവടിയാത്തവനും ഭാഗ്യവാൻ. ലുബ്ധൻ സമ്പത്ത് അർഹിക്കുന്നില്ല. അസൂയാലുവിന് സമ്പത്ത് കൊണ്ട് എന്തു പ്രയോജനം? സ്വന്തം കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നവന്റെ സമ്പത്ത് അന്യർക്കു പോകും. അവർ അതുകൊണ്ട് ആഡംബരപൂർവം ജീവിക്കും. തന്നോട് തന്നെ പിശുക്ക് കാണിക്കുന്നവൻ ആരോടെങ്കിലും ഔദാര്യം കാണിക്കുമോ? അവൻ സ്വന്തം സമ്പത്ത് ആസ്വദിക്കുകയില്ല. സ്വന്തം കാര്യത്തിൽ അല്പത്വം കാണിക്കുന്നതിനേക്കാൾ അല്പനായി ആരുമില്ല. അവനുള്ള ശിക്ഷയും അത് തന്നെ. അവൻ നന്മ ചെയ്യുന്നെങ്കിൽ അത് അറിയാതെയാണ്. അവസാനം അവൻ തന്റെ അല്പത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അസൂയാലുവിന്റെ കണ്ണ് കുടിലമാണ്. അവൻ മറ്റുള്ളവരെ അവഗണിച്ച് മുഖം തിരിച്ചു കളയുന്നു. അത്യാഗ്രഹിയുടെ കണ്ണ് തന്റെ ഓഹരി കൊണ്ട് തൃപ്തിപ്പെടുന്നില്ല. ദുരാഗ്രഹം കൊണ്ടുള്ള അനീതി ആത്മാവിനെ ശുഷ്കമാക്കുന്നു. ലുബ്ധന്റെ കണ്ണ് അപ്പത്തെ വെറുക്കുന്നു. അവന്റെ ഭക്ഷണമേശയിൽ അത് കാണുകയില്ല. മകനെ, കഴിവിനൊത്ത് ചെലവ് ചെയ്തുകൊള്ളുക. കർത്താവിന് യോഗ്യമായ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. മരണം വിദൂരമല്ലെന്ന് ഓർക്കുക. പാതാളത്തിൽ പ്രവേശിക്കേണ്ട സമയം നിനക്ക് അജ്ഞാതമാണ്. മരിക്കുന്നതിന് മുമ്പ് സ്നേഹിതന് നന്മ ചെയ്യുക. ആവുന്നത്ര ഉദാരമായി അവനോട് പെരുമാറുക. ഇന്നിന്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിനക്ക് അർഹമായ സന്തോഷത്തിന്റെ ഓഹരി വേണ്ടെന്ന് വെക്കരുത്. നിന്റെ പ്രയത്നത്തിന്റെ ഫലം മറ്റുള്ളവർക്ക് വിട്ടിട്ട് പോകുകയും നീ അധ്വാനിച്ച് സമ്പാദിച്ചവ അവർ പങ്കിട്ടെടുക്കുകയും ചെയ്യുകയില്ലേ? കൊണ്ടും കൊടുത്തും ജീവിതം ആസ്വദിക്കുക. പാതാളത്തിൽ സുഖം അനുഭവിക്കാൻ കഴിയുകയില്ല. ജീവനുള്ളതെല്ലാം വസ്ത്രം പോലെ ജീർണിക്കും. നീ മരിക്കണമെന്നാണ് ആദിയിലേയുള്ള നിയമം. തഴച്ചു വളരുന്ന വൃക്ഷത്തിൽ കൊഴിയുകയും വീണ്ടും തളിർക്കുകയും ചെയ്യുന്ന ഇലകൾ പോലെയാണ് മനുഷ്യന്റെ തലമുറകൾ. ഒരുവൻ മരിക്കുന്നു, മറ്റൊരുവൻ ജനിക്കുന്നു. ഉൽപ്പന്നങ്ങൾ ജീർണിച്ചില്ലാതാകും, അവയുണ്ടാക്കിയ മനുഷ്യരും. ജ്ഞാനത്തിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിപൂർവം ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ. ജ്ഞാനത്തിന്റെ മാർഗങ്ങളെപ്പറ്റി മനനം ചെയ്യുന്നവൻ അവളുടെ രഹസ്യങ്ങൾ അറിയും. അവൻ ജ്ഞാനത്തെ നായാട്ടുകാരനെ പോലെ പിന്തുടരുകയും അവളുടെ വഴിയിൽ പതിയിരിക്കുകയും ചെയ്യും. അവൻ ജാലകത്തിലൂടെ എത്തി നോക്കുകയും വാതിൽക്കൽ ചെവി ഓർക്കുകയും ചെയ്യും. അവൻ അവളുടെ വീട്ടിനടുത്ത് വസിക്കുന്നു. അവളുടെ മതിലുകളിൽ കൂടാരത്തിന്റെ കുറ്റികൾ ഉറപ്പിക്കുന്നു. അവൻ അവളുടെ സമീപത്ത് കൂടാരമടിക്കുന്നു. അതിനാൽ അത് മനോഹരമായ പാർപ്പിടമാണ്. അവൻ തന്റെ സന്താനങ്ങളെ അവളുടെ തണലിൽ ഇരുത്തുകയും അവളുടെ ശാഖകളുടെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നു. അവൾ അവന് വെയിലിൽ തണലേകുന്നു. അവളുടെ മഹത്വത്തിൻ മധ്യേ അവൻ വസിക്കുകയും ചെയ്യുന്നു. അധ്യായം 15. കർത്താവിന്റെ ഭക്തൻ ഇത് ചെയ്യും. കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്നവന് ജ്ഞാനം ലഭിക്കും. അമ്മയെപ്പോലെ അവൾ അവനെ സമീപിക്കും. നവവധുവിനെ പോലെ സ്വീകരിക്കും. അറിവിന്റെ അപ്പം കൊണ്ട് അവൾ അവനെ പോഷിപ്പിക്കും. ജ്ഞാനത്തിന്റെ ജലം കുടിക്കാൻ കൊടുക്കും. അവൻ അവളെ ചാരി നിൽക്കും, വീഴുകയില്ല. അവളിൽ ആശ്രയിക്കും, ലജ്ജിതനാവുകയില്ല. അവൾ അവന് അയൽക്കാരുടെ ഇടയിൽ ഔന്നത്യം നൽകും. സമൂഹമധ്യേ സംസാരിക്കാൻ അവന് കഴിവ് നൽകും. അവൻ സന്തോഷിച്ച് ആനന്ദത്തിന്റെ കിരീടമണിയും അനന്തമായ കീർത്തി ആർജിക്കുകയും ചെയ്യും. ഭോഷന്മാർക്ക് അവളെ സ്വന്തമാക്കാനോ പാപിക്ക് അവളെ കാണാനോ കഴിയുകയില്ല. അഹങ്കാരികളിൽ നിന്ന് അവൾ അകന്നു വർത്തിക്കുന്നു. നുണയരുടെ ചിന്തയ്ക്ക് അവൾ അപ്രാപ്യയാണ്. സ്തോത്രഗീതം പാപിക്കിണങ്ങുന്നില്ല. അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. ജ്ഞാനത്തിന്റെ ബഹിർസ്ഫുരണമാണ് സ്തോത്രഗീതം. കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത്. എന്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത്. എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല. അവിടുന്നാണ് എന്നെ വഴിതെറ്റിച്ചത് എന്ന് പറയരുത്. അവിടുത്തേക്ക് പാപിയെ ആവശ്യമില്ല. എല്ലാ മ്ലേച്ഛതകളും കർത്താവ് വെറുക്കുന്നു. അവിടുത്തെ ഭക്തരും അതിഷ്ടപ്പെടുന്നില്ല. ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു.
അവന് സ്വാതന്ത്ര്യവും നൽകി. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് എടുക്കാം. ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട്. ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. കർത്താവിന്റെ ജ്ഞാനം മഹോന്നതമാണ്. സർവശക്തനും സർവജ്ഞനുമാണ് അവിടുന്ന്. കർത്താവ് തന്റെ ഭക്തരെ കടാക്ഷിക്കുന്നു. മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നു. പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല, ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല. അലസൻ പറയുന്നു, പുറത്ത് സിംഹമുണ്ട്, തെരുവിൽ വെച്ച് ഞാൻ കൊല്ലപ്പെടും. ദുശ്ചരിതയായ സ്ത്രീയുടെ വാ അഗാധഗർത്തമാണ്. കർത്താവിന്റെ കോപത്തിനിരയായവൻ അതിൽ നിപതിക്കും. ശിശുവിന്റെ ഹൃദയത്തിൽ ഭോഷത്വം കെട്ടുപിണഞ്ഞു കിടക്കുന്നു. ശിക്ഷണത്തിൽ വടിയതിനെ ആട്ടി ഓടിക്കുന്നു. സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ദരിദ്രരെ ഞെരുക്കുകയോ സമ്പന്നർക്ക് പാരിതോഷികം നൽകുകയോ ചെയ്യുന്നവൻ ദാരിദ്ര്യത്തിൽ നിപതിക്കും.